ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് 9ാമത്തെ യൂണിറ്റ് ഇറ്റ് ഈസ് ടൈം. അതിന്റെ ആക്ടിവിറ്റി ബുക്കിലെ ആക്ടിവിറ്റീസ് ആണ്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ക്ലാസ്സുകൾക്കായി നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. നമുക്ക് നോക്കാം ആക്ടിവിറ്റീസ്. നോക്കിയേ, ചിത്രത്തിൽ എന്താ? വേലിയിൽ കയറി നിന്ന് കൂവുന്ന പൂവൻകോഴിയെ നമുക്ക് കാണാം. ടു ഫൈൻഡ് ദ ടൈം ദ കോക്ക് ക്രോവ്ഡ്. പൂവൻകോഴി കൂവിയ സമയം കണ്ടെത്താം. എങ്ങനെ? കൗണ്ട് ദ നമ്പർ ഓഫ് സ്റ്റിക്സ് ഇൻ ദ ഫെൻസ്. വേലിയിലെ സ്റ്റിക്കുകളുടെ എണ്ണം കൗണ്ട് ചെയ്തുകൊണ്ട് പൂവൻകോഴി കൂവിയ സമയം നമുക്ക് കണ്ടെത്താം. മോർണിംഗ് എത്ര മണിയാണ്? നമുക്ക് എണ്ണിയാലോ? 1 2 3 4. അതിനെല്ലാം യോജിപ്പിച്ചുകൊണ്ട് മുകളിലായിട്ട് ഒരു വടിയും കൂടി ഉണ്ടല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റിക്സ് എത്രയാണ്? 5 ആണ്. അതുകൊണ്ട് നമുക്ക് മോർണിംഗ് 5 o'clock എന്ന് എഴുതാം. അപ്പൊ 5 o'clock എന്ന് അവിടെ എഴുതുക. നെക്സ്റ്റ് പേജ്. വിച്ച് നീഡ്സ് മോർ ടൈം. ഏതിനാണ് കൂടുതൽ സമയം ആവശ്യമായുള്ളത്? ടിക്ക് ദ വൺ ഇൻ ഈച്ച് റോ. ഓരോ വരിയും നോക്കി ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരെണ്ണം. ആദ്യത്തെ നോക്കിയേ, ടു ബ്രഷ് ടീത്ത്, പല്ലു തേക്കാൻ. ടു ബാത്ത്, കുളിക്കാൻ. ഏതിനാണ് സമയം കൂടുതൽ? ടു ബാത്ത് ആണല്ലേ, അവിടെ ടിക്ക് ചെയ്യാം. സെക്കൻഡ് റോ, ടു പ്ലേ ബോൾ, പന്ത് കളിക്കാൻ. ടു ഈറ്റ് ഫുഡ്, ഫുഡ് കഴിക്കാൻ. ഏതിനാണ് സമയം കൂടുതൽ വേണ്ടത്? കളിക്കാനാണ് അല്ലേ. അപ്പൊ ടു പ്ലേ ബോളിന്റെ അവിടെ ടിക്ക് കൊടുക്കാം. തേർഡ് റോ നോക്കൂ, ടു സ്കൂൾ ബൈ വാക്ക്, സ്കൂളിലേക്ക് നടന്നു പോകാൻ. സൈക്കിൾ റൈഡ് ടു സ്കൂൾ, സ്കൂളിലേക്ക് സൈക്കിളിൽ പോകാൻ. ഏതിനാണ് സമയം കൂടുതൽ വേണ്ടത്? ടു സ്കൂൾ ബൈ വാക്ക് ആണല്ലേ. അപ്പൊ അവിടെ ടിക്ക് ചെയ്യാം. ഇനി ഫോർത്ത് റോ നോക്കൂ, ടു സ്ലീപ്പ്, ഉറങ്ങാൻ. അടുത്തത് ടു സ്റ്റഡി, ഏതിനാണ്? പഠിക്കാൻ. ഏതിനാണ് സമയം കൂടുതൽ വേണ്ടത്? ടു സ്ലീപ്പ്, ഉറങ്ങാനാണ്. അപ്പൊ അതിന് ടിക്ക് ചെയ്യാം. നെക്സ്റ്റ് ആക്ടിവിറ്റി, എ ഡേ, ഒരു ദിവസം. ദ ഡെയിലി റൊട്ടീൻ ഓഫ് മാനസി ഈസ് ഗിവൺ ബിലോ. മാനസിയുടെ ഡെയിലി ദിനചര്യകളാണ് തന്നിരിക്കുന്നത്. ജോയിൻ ദം കറക്റ്റ്ലി, കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വോക്കപ്പ്, എഴുന്നേറ്റു. ഏത് സമയത്താണ് എഴുന്നേറ്റത്? ഇപ്പുറത്ത് നോക്കിയേ, മോർണിംഗ് 7 o'clock എഴുന്നേറ്റു, രാവിലെ 7 മണിക്ക് എഴുന്നേറ്റു. ഗോയിങ് ടു സ്കൂൾ, സ്കൂളിലേക്ക് പോയി. ഏത് സമയത്ത് സ്കൂളിലേക്ക് പോയി? മോർണിംഗ് 9 o'clock, മോർണിംഗ് 9 o'clock, അതായത് 9 മണിക്ക് സ്കൂളിലേക്ക് പോയി. ഹാഡ് ലഞ്ച്, ലഞ്ച് കഴിച്ചു. ഉച്ചഭക്ഷണം കഴിച്ചത് എത്ര മണിക്കാണ്? ആഫ്റ്റർനൂൺ 1 o'clock, ഉച്ചയ്ക്ക് 1 മണിക്ക്. സ്കൂൾ ടൈം ഓവർ, സ്കൂൾ ടൈം കഴിയുന്നത് എപ്പോഴാണ്? ഈവനിങ് 4 o'clock, വൈകുന്നേരം 4 മണിക്ക്. റീച്ച്ഡ് ഹോം, വീട്ടിലെത്തി. എത്ര മണിക്ക്? ഈവനിങ് 5 o'clock, അപ്പോ 5 മണിക്ക് വീട്ടിലെത്തി. വരച്ച് യോജിപ്പിക്കണം. നെക്സ്റ്റ് റോഡ് ഡയറി, ഡയറി എഴുതി. എത്ര മണിക്ക്? നൈറ്റ് 8 o'clock, രാത്രി 8 മണിക്ക്. വെന്റ് ടു സ്ലീപ്പ്, ഉറങ്ങാൻ പോയി. എത്ര മണിക്ക്? രാത്രി 9 മണിക്ക്, നൈറ്റ് 9 o'clock. അപ്പോൾ ഇത് നിങ്ങൾ വരച്ചു ചേർക്കുക. നെക്സ്റ്റ്, വാട്ട് ഈസ് യുവർ ഡെയിലി റൊട്ടീൻ. അപ്പോൾ നിങ്ങളുടെ ഡെയിലി റൊട്ടീൻ ഇവിടെ എഴുതണം. ഓരോ സമയത്തും എന്തൊക്കെയാണ് ചെയ്യുന്നത്. വോക്കപ്പ്, എഴുന്നേൽക്കുന്നത് എത്ര മണിക്കാണ്? അപ്പോൾ 7 ആണെങ്കിൽ 7, 6 ആണെങ്കിൽ 6, അപ്പോൾ 6 എങ്കിൽ 6, 7 എങ്കിൽ 7, അങ്ങനെ എഴുതുക. വെന്റ് ടു സ്കൂൾ, സ്കൂളിലേക്ക് പോകുന്നത് 8:30 8:30, അതുപോലെ 9 മണിക്കാണെങ്കിൽ 9 o'clock. കം ബാക്ക് ഹോം, വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയം 4 മണി അല്ലെങ്കിൽ 4:30. നിങ്ങൾ എത്ര മണിക്ക് എത്തുന്നോ അത് എഴുതാം. വെന്റ് ടു പ്ലേ, കളിക്കാൻ പോകുന്ന സമയം. സ്റ്റാർട്ടഡ് സ്റ്റഡിയിങ്, പഠിക്കാൻ തുടങ്ങുന്ന സമയം. ഹാഡ് സപ്പർ, അത്താഴം കഴിക്കുന്ന സമയം, രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയം. ഇതൊക്കെ നിങ്ങൾ തന്നെ എഴുതേണ്ടതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി, ഡേയ്സ്. അലൻ ട്രാവൽഡ് ഫോർ 7 days ആൻഡ് വിസിറ്റഡ് ദ പ്ലേസസ് ഷോൺ ബിലോ. അലൻ 7 ദിവസം യാത്ര ചെയ്ത സ്ഥലങ്ങളാണ് തന്നിരിക്കുന്നത്. ദിവസവും സ്ഥലവും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഹി സ്റ്റാർട്ടഡ് ഓൺ തേഴ്സ്ഡേ, തുടങ്ങിയത് വ്യാഴാഴ്ചയാണ്. യാത്ര തുടങ്ങിയത് വ്യാഴാഴ്ചയാണ്. റൈറ്റ് ദ പ്ലേസസ് ഹി വിസിറ്റഡ് ഇൻ ഓർഡർ. അലൻ വിസിറ്റ് ചെയ്ത സ്ഥലങ്ങൾ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ തന്നിട്ടുണ്ട് തേഴ്സ്ഡേ കാസർഗോഡ് എന്ന് തന്നിട്ടുണ്ട്. തേഴ്സ്ഡേ കഴിഞ്ഞ അടുത്ത ദിവസം ഏതാണ്? ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ കണ്ണൂർ എന്ന് എഴുതണം. നെക്സ്റ്റ് ഡേ സാറ്റർഡേ വയനാട്. അത് കഴിഞ്ഞ് വരുന്ന ദിവസം ഏതാണ്? സൺഡേ ആണ്. സൺഡേ കോഴിക്കോടാണ് പോയത്. അപ്പൊ സൺഡേ കോഴിക്കോട് എന്ന് എഴുതാം. നെക്സ്റ്റ് മൺഡേ പാലക്കാടാണ് പോയത്. അപ്പൊ മൺഡേ പാലക്കാട് എന്ന് എഴുതാം. നെക്സ്റ്റ് ട്യൂസ്ഡേ തൃശ്ശൂരാണ് പോയത്. അപ്പൊ ട്യൂസ്ഡേ തൃശ്ശൂർ എന്ന് എഴുതാം. നെക്സ്റ്റ് വെനസ്ഡേ കൊച്ചിയിൽ പോയി. അപ്പൊ അവസാനമായിട്ട് വെനസ്ഡേ കൊച്ചി എന്നും എഴുതാം. നെക്സ്റ്റ് ആക്ടിവിറ്റി, ലുക്ക് അറ്റ് ദ കലണ്ടർ ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. കലണ്ടർ നോക്കൂ, എഴുതൂ. റൈറ്റ് ദ ഡേയ്സ് ഓഫ് ദ വീക്ക് ഇൻ ദ കലണ്ടർ.
കലണ്ടറിലെ ഒരാഴ്ചയിലെ ദിവസങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏത് തൊട്ട് തുടങ്ങണം? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ നമ്മൾ എഴുതി കൊടുക്കണം. ഇത് 2024 കലണ്ടറാണ്. ഇനി 2025 ആണെങ്കിലും ഇതുപോലെ തന്നെ വീക്കില് ഡേയ്സ് എഴുതി കൊടുക്കാം. ചോദ്യങ്ങളിൽ ആൻസറിൽ ചിലപ്പോൾ വ്യത്യാസം വരും, അപ്പൊ അതനുസരിച്ച് എഴുതുക. നമുക്ക് നോക്കാം. ഓൺ വിച്ച് ഡേ ഈസ് ഓഗസ്റ്റ് 15th? ഓഗസ്റ്റ് 15th ഏത് ദിവസമാണ്? നോക്കൂ, മുകളിലേക്ക് നോക്കിയേ. ഓഗസ്റ്റ് 15ന് മുകളിലുള്ള ദിവസം തേഴ്സ്ഡേ ആണ്. അപ്പോൾ തേഴ്സ്ഡേ വ്യാഴാഴ്ച എന്ന് എഴുതാം. വാട്ട് ഈസ് ദ ലാസ്റ്റ് ഡേറ്റ്? വിച്ച് ഡേ ഈസ് ഇറ്റ്? ലാസ്റ്റ് ഡേ ഏതാണെന്ന് നോക്കിയേ. 31 ആണ് അവസാനത്തെ ദിവസം. അത് വരുന്ന ഡേ എന്നാണെന്ന് നോക്കിയേ. സാറ്റർഡേ. മുകളിലേക്ക് നോക്കുമ്പോൾ കാണാം SAT സാറ്റ് എന്നിട്ടേക്കുന്നത്. അപ്പൊ സാറ്റർഡേ ആണ്. അപ്പോൾ 31 സാറ്റർഡേ എന്ന് എഴുതണം. ഹൗ മെനി സാറ്റർഡേസ് ഇൻ ദിസ് മന്ത്? ഈ മാസത്തിൽ എത്ര ശനിയാഴ്ചകളുണ്ട്? നോക്കിയേ, സാറ്റർഡേയുടെ അവിടെ 3, 10, 17, 24, 31. അപ്പോൾ എത്ര ശനിയാഴ്ചകളുണ്ട്? 2, 3, 4, 5, 5. അപ്പോൾ 5 എന്ന് അവിടെ എഴുതാം. 5 സാറ്റർഡേസ് ആണ് 2024 ഓഗസ്റ്റിലുള്ളത്. വാട്ട് ആർ ദ ഡേറ്റ്സ് ഓഫ് തേഴ്സ്ഡേ? തേഴ്സ്ഡേ വരുന്ന ഡേറ്റുകൾ ഏതൊക്കെയാണ്? നോക്കൂ, തേഴ്സ്ഡേ അവിടെ നോക്കിയാൽ മതി. 1, 8, 15, 22, 29. അതവിടെ എഴുതി കൊടുക്കണം. ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിൽ 2026 ആയിരിക്കും തന്നിരിക്കുന്നത്, ഓഗസ്റ്റ്. അപ്പൊ അതനുസരിച്ച് എഴുതാവുന്നതാണ്. നിങ്ങൾ ഇതേപോലെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ, അതനുസരിച്ച് ആൻസർ ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ എല്ലാ ആക്ടിവിറ്റീസും നോക്കിക്കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായി കാണാം. അതുവരെ നന്നായിട്ട് പഠിക്കുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.